ഇറാൻ അമേരിക്ക സംഘർഷത്തിൽ കൊല്ലപ്പെട്ട അമേരിക്കൻ സൈനികരുടെ എണ്ണം 18 ആയി. അമേരിക്കൻ സേന ഇറാനിൽ തുടർച്ചയായ 11ാം ദിവസവും വ്യോമാക്രമണം നടത്തി. അമേരിക്കയും ഇറാനും തമ്മിലുള്ള യുദ്ധം കൂടുതൽ രൂക്ഷമാകുന്നു. ജോർദാനിലെ സൈനിക താവളത്തിൽ ഇറാൻ നടത്തിയ ആക്രമണത്തിൽ മരിച്ച 3ാമത്തെ സൈനികനെയും അമേരിക്കൻ പ്രതിരോധ വകുപ്പായ പെന്റഗൺ തിരിച്ചറിഞ്ഞു. ഇതോടെ യുദ്ധം ആരംഭിച്ചതിനു ശേഷം കൊല്ലപ്പെട്ട അമേരിക്കൻ സൈനികരുടെ എണ്ണം 18 ആയി. ഈ മാസം ഇറാൻ നടത്തിയ വിവിധ ആക്രമണങ്ങളിൽ 100ഓളം അമേരിക്കൻ സൈനികർക്ക് പരിക്കേറ്റതായി റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു. കൊല്ലപ്പെട്ട സൈനികരുടെ ഭൗതികാവശിഷ്ടങ്ങൾ അമേരിക്കയിലെ ഡോവർ വ്യോമസേന താവളത്തിൽ എത്തിക്കുമ്പോൾ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നേരിട്ടെത്തി ആദരവർപ്പിക്കും. ഇതിനിടെ ഇറാനിൽ തുടർച്ചയായ 11ാം ദിവസവും അമേരിക്കൻ സൈന്യം വ്യോമാക്രമണം നടത്തി. ഇറാന്റെ ഡ്രോൺ സംഭരണ കേന്ദ്രങ്ങളും വിമാനത്താവളങ്ങളുമാണ് അമേരിക്ക ലക്ഷ്യമിട്ടത്. ഹോർമുസ് കടലിടുക്കിൽ വാണിജ്യ കപ്പലുകൾക്ക് നേരെയുള്ള ഇറാന്റെ ഭീഷണി ഇല്ലാതാക്കാനാണ് ആക്രമണമെന്ന് US സെൻട്രൽ കമാൻഡ് അറിയിച്ചു. കഴിഞ്ഞയാഴ്ച അമേരിക്ക ഉപരോധം കർശനമാക്കിയതിനു ശേഷം 8 വാണിജ്യ കപ്പലുകൾ സൈന്യം വഴിതിരിച്ചുവിടുകയും ഒരു കപ്പൽ തകർക്കുകയും ചെയ്തു. അമേരിക്കൻ സഖ്യരാജ്യങ്ങൾക്ക് നേരെയും ഇറാന്റെ ആക്രമണം തുടരുകയാണ്. ഇറാനിൽ നിന്നുള്ള ഡ്രോണുകൾ വിജയകരമായി തടഞ്ഞതായി കുവൈറ്റ് സൈന്യം വ്യക്തമാക്കി. സാധാരണക്കാർ ആശ്രയിക്കുന്ന അടിസ്ഥാന സൗകര്യങ്ങൾക്ക് നേരെയുള്ള ആക്രമണങ്ങൾ അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനമാണെന്ന് UN സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ് പ്രതികരിച്ചു. പ്രശ്നപരിഹാരത്തിന് സൈനിക നടപടി പോംവഴിയല്ലെന്നും ഹോർമുസ് കടലിടുക്ക് അടിയന്തരമായി തുറക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. അതേസമയം ഇറാനുമായുള്ള യുദ്ധത്തിന് ഇതുവരെ $37.5 ബില്യൺ ചെലവായതായി US പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹെഗ്സത്ത് സെനറ്റ് കമ്മിറ്റിയെ അറിയിച്ചു. എന്നാൽ തകർന്ന അമേരിക്കൻ സൈനിക താവളങ്ങളുടെ പുനർനിർമ്മാണം ഉൾപ്പെടെ കണക്കിലെടുത്താൽ യഥാർത്ഥ ചിലവ് ഇതിലും വളരെ കൂടുതലാണെന്നാണ് ഔദ്യോഗികമായ റിപ്പോർട്ടുകൾ. അമേരിക്കൻ വ്യോമാക്രമണങ്ങളിലൂടെ ഇറാന്റെ സൈനിക ശേഷി ഗണ്യമായി കുറയ്ക്കാൻ കഴിഞ്ഞിട്ടുണ്ടെന്ന് പ്രതിരോധ സെക്രട്ടറി അവകാശപ്പെട്ടു. അഫ്ഗാനിസ്ഥാൻ, ഇറാഖ് യുദ്ധങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ ഇറാൻ യുദ്ധത്തിൽ അമേരിക്കൻ നാശനഷ്ടങ്ങൾ വളരെ കുറവാണെന്നാണ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നിലപാട്. കൂടാതെ ഇസ്രായേലും ഹിസ്ബുള്ളയും തമ്മിലുള്ള തർക്കം പരിഹരിക്കാനുള്ള അമേരിക്കൻ ശ്രമങ്ങളിലും പുരോഗതിയുണ്ട്. തെക്കൻ ലെബനനിൽ ഇസ്രായേൽ സൈന്യം പിന്മാറുന്ന സുരക്ഷാ മേഖലകളുടെ നിയന്ത്രണം ലെബനൻ സൈന്യം ഏറ്റെടുത്തു. ഇതിന് പിന്നാലെ ലെബനനിലേക്ക് നേരിട്ടുള്ള വിമാന സർവീസുകൾ പുനരാരംഭിക്കാൻ അമേരിക്കൻ വിമാന കമ്പനികൾക്ക് ഡൊണാൾഡ് ട്രംപ് അനുമതി നൽകി. ന്യൂസ് ഡെസ്ക് കൊട്ടാരക്കര മീഡിയ.